സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. വടക്കാഞ്ചേരി സൗഹൃദം സെന്റർ 78ാം സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ അമ്പിളി ഭവനിൽ ആഘോഷിച്ചു. സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ദേശീയ പതാക ഉയർത്തി. തുടർന്നു നടന്ന ദേശഭക്തി ഗാനാലാപനത്തിന് ഗാനഭൂഷണം ബിന്ദു ബാസുരി നേതൃത്വം നൽകി. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് ഒരു സ്വപ്നമുണ്ടായി. ആ സ്വപ്നം ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമായി നിൽക്കണം. അത് ഇങ്ങനെ നിർത്താൻ എന്തുകൊണ്ടാണ് ആഗസ്റ്റ് 14-ാം തീയതി അർദ്ധരാത്രി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ രാജ്യമായി വന്നതും വേറെ ഒന്ന് മതാധിഷ്ഠിത രാജ്യമായിരുന്നതൊക്കെ ആ കാലത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. മറ്റൊരു പോയിന്റ് കൂടി പറഞ്ഞു, മതേതര രാജ്യമായി മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ ജനാധിപത്യത്തിലും ഫെഡറൽ മൂല്യങ്ങളിലും സോഷ്യലിസത്തിലും ഊന്നി നിന്ന ഒരു സംവിധാനമായതുകൊണ്ടാണ് ഇപ്പോഴും പാലായനങ്ങൾ സംഭവിക്കാത്തത് എന്നാണ് സംഭവം. ആ നിലയിലുള്ള ആഭ്യന്തര കലാപങ്ങളുടെ രൂപപ്പെടാൻ ഒന്ന് മറ്റൊന്നിനെ അടിച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത്, ആ ജനാധിപത്യ മൂല്യം ഇല്ലാതാകുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ അന്തസത്തയ്ക്ക് എന്ത് സംഭവിക്കും? അവഗണിക്കപ്പെടുമ്പോൾ അതൊക്കെ സംഭവിക്കും. അത് ചരിത്രമാണ്. ഇന്ത്യയിൽ അതൊന്നും സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു ധാരണയും ബോധത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ മുഖമുദ്രയായ ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം എന്നിവ സംരക്ഷിക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിക്കാൻ മതജാതി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കൂട്ടായി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ഉദ്ബോധിച്ചു. പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഒരു ക്ഷേത്രത്തില് ഇന്നലെ മുതൽ ദളിതർക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നു എന്നതാണ് വാർത്ത. നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഇവിടെ മതേതരത്വ രാഷ്ട്രമാണ്. എന്നിട്ട് പോലും ഇവിടെ ഹിന്ദു ഐക്യം പറയുന്നുണ്ട്, വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും ഹിന്ദുക്കളുടെ ഒരു വിഭാഗം ആളുകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനാധിപത്യമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണുള്ളത്. അത് ഇപ്പോൾ പറയുമ്പോൾ കേരളത്തിലെ ആളുകൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല. കേരളത്തിൽ അത്തരം ക്ഷേത്രങ്ങൾ വളരെ കുറവായിരിക്കും. പക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ പോയാൽ, ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ മാത്രമല്ല, നമ്മൾ മറ്റ് പല സംസ്ഥാനത്ത് പോയാലും ഈ ദളിതരെ വീണ്ടും അകന്നകന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. അവർക്ക് വരേണ്യ വർഗത്തിന്റെ മുമ്പിൽ ദളിതർ ഒന്നുമല്ലാത്ത മനുഷ്യരല്ലാത്ത അവസ്ഥയാണ് പല സംസ്ഥാനങ്ങളിലും ഉള്ളത്. അവിടുത്തെ ശാസ്ത്രബോധം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ അറിവ് എന്ന് പറയുന്നതോ സാക്ഷരത എന്ന് പറയുന്നതോ വളരെ പുറകോട്ടാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് ഏറ്റവും പുറകിലോട്ട്, വളർച്ചയിൽ ഏറ്റവും പുറകിലോട്ട് നിൽക്കുന്ന ത്രിമൂർത്തഭാവങ്ങളിൽ അധിഷ്ഠിതമാണ് ഇന്ത്യയെന്നും അതിനനുസരിച്ചാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം ത്രിമൂർത്തികളിലും ദേശീയ പതാക ത്രിവർണത്തിലും അധിഷ്ഠിതമായിട്ടുള്ളത് അതിന് ദൃഷ്ടാന്തമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സെന്റർ നൽകുന്ന 30,000 രൂപ അസിസ്റ്റന്റ് ഡയറക്ടർ പുഷ്പജ നാരായണൻ MLAക്ക് തദവസരത്തിൽ കൈമാറി. ഡോക്ടർ ദേവസി പന്തലുകാരൻ സ്വാതന്ത്ര്യദിന ചിന്തകൾ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. കാരണം മുകളിലുള്ള നിറം മാത്രം നോക്കിയാൽ ഇവിടെ മറ്റു രണ്ട് നിറങ്ങളും വേണ്ട എന്ന് ശഠിക്കുന്നൊരു വിഭാഗത്തിന്റെ കയ്യിലാണ് ആ നിറം. ഇവിടെ മുഴുവനും പച്ചയാവണം
എന്ന് അടിയിലുള്ള നിറക്കാർ ആവശ്യപ്പെടുമ്പോൾ അവരാഗ്രഹിക്കുന്നതും ലക്ഷ്യം വയ്ക്കുന്നതും മറ്റു രണ്ട് നിറങ്ങളും ഇവിടെ കയറാൻ പാടില്ല എന്നാണ്. അയൽ രാജ്യങ്ങളിലെ ഒരുപാട് ദുരന്ത ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടെന്ന് അറിയാത്തവരല്ല നമ്മളാരും തന്നെ. അതുകൊണ്ട് ഒരു വാക്ക് ആ നടുവിലെ വെള്ളം, ഞാനിത് ധവള വസ്ത്ര വിഭൂഷിതനായിട്ടിവിടെ വന്നിട്ട് ആ നടുവിനെ മാത്രം വിട്ടുകളയുന്നത് ശരിയല്ല. നൈർമല്യവും സമാധാനവും ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാം. ദേശീയ പതാകയുടെ ത്രിവർണത്തിന്റെ മൂല്യം സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. മത ഐക്യം കൊണ്ട് മാത്രമേ ജനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുകയുള്ളൂവെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. സൗഹൃദം മാസിക രക്ഷാധികാരി കുറ്റിപ്പുഴ രവി സ്വാതന്ത്ര്യദിന പതിപ്പ് ആദ്യ പ്രതി നീതു മോഹനനു നൽകി പ്രകാശനം ചെയ്തു. അഡ്വക്കേറ്റ് TS മായാദാസ്, KR രാജു മാസ്റ്റർ, വി അനിരുദ്ധൻ, KH സിദ്ദിഖ്, വി ഗോപകുമാർ, അബ്രഹാം കൂള എന്നിവർ പ്രസംഗിച്ചു. ഉണ്ണികൃഷ്ണൻ പുലരി കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്വപ്നശ്രീ, ജോൺസൺ കുന്നമ്പള്ളി, ശ്രീനിവാസൻ കോവാത്ത്, രവീന്ദ്രൻ ഇരിങ്ങാലുകുട, ജോസ് ഗാന്ധിയൻ, ബാലഗോപാൽ ചാണയിൽ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. കോർഡിനേറ്റർ ഉഷ രാമചന്ദ്രൻ സ്വാഗതവും കൺവീനർ TN നമ്പീശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.